ഡി സതീശന് അഭിവാദ്യങ്ങൾ. മുഖ്യമന്ത്രിയായി അധികാരത്തിലേക്ക്. ഡി സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി. 10 ദിവസം നീണ്ട കാത്തിരിപ്പിന് ശേഷം ഡൽഹിയിൽ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചത്. വാർത്താ സമ്മേളനത്തിൽ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പങ്കെടുത്തില്ല. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്നേക്കുമെന്നാണ് വിവരം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ ഇന്നലെ തന്നെ തീരുമാനമായിരുന്നു. ഇന്ന് രാവിലെ KC വേണുഗോപാലുമായി രാഹുൽ ഗാന്ധി 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തുടർന്ന് രമേശ് ചെന്നിത്തലയുമായി അരമണിക്കൂറോളം രാഹുൽ ഗാന്ധി ഫോണിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപനം നടന്നത്. ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുന്നുവെന്ന് KC വേണുഗോപാൽ അറിയിച്ചു. എന്നാൽ തീരുമാനത്തിൽ രമേശ് ചെന്നിത്തല എതിർപ്പറിയിച്ചതായാണ് വിവരം. അദ്ദേഹം നിയമസഭാ കക്ഷിയോഗത്തിൽ പങ്കെടുത്തേക്കില്ല എന്നും കേൾക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ നിയുക്ത മുഖ്യമന്ത്രിക്ക് നേതാക്കളും MLA-മാരും ആശംസകൾ അറിയിക്കുകയാണ്. മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ഷാഫി പറമ്പിൽ MP ഡി സതീശന് അഭിനന്ദനം അറിയിച്ചു. കേരളത്തിന്റെ കോൺഗ്രസിന്റെ UDF-ന്റെ മുഖ്യമന്ത്രി ശ്രീ ഡി സതീശന് അഭിവാദ്യങ്ങൾ. ഇതായിരുന്നു ഷാഫിയുടെ പോസ്റ്റ്. ജനങ്ങളുടെ ഇഷ്ടം പ്രതിഫലിപ്പിക്കുന്ന പ്രഖ്യാപനമെന്നാണ് കോൺഗ്രസ് നേതാവും MLA-യുമായ VT ബൽറാമിന്റെ പോസ്റ്റ്. കോൺഗ്രസ് പുറത്താക്കിയ മുൻ കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലും സതീശനെ അഭിനന്ദിച്ചു. രാഷ്ട്രീയ പോരാട്ടങ്ങളിലൂടെ കടന്നുപോയവരാണ്. ജനഹിതം മുൻനിർത്തി ജനങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന ഒരു ഭരണമായി ഈ സർക്കാർ മാറുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിൽ കുറിച്ചു. പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മനും ഡി സതീശന്റെ ഫോട്ടോ പങ്കിട്ട് ആശംസകൾ നേർന്നു. കേരളത്തിന് ഇനി പുതിയ മുഖം, പുതിയ ശൈലി. പ്രിയപ്പെട്ട ശ്രീ ഡി സതീശന് അഭിനന്ദനങ്ങൾ, അഭിവാദ്യങ്ങൾ എന്നിങ്ങനെയായിരുന്നു മൂവാറ്റുപുഴയിലെ MLA മാത്യു കുഴൽനാടന്റെ കുറിപ്പ്. അങ്കമാലിയിൽ MLA റോജി M. ജോണും സതീശനെ അഭിനന്ദിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. എന്നാൽ കേരളത്തിൽ ചരിത്ര വിജയം നേടാൻ UDF-നെ സഹായിച്ചത് ഡി സതീശനാണെങ്കിലും ഭൂരിപക്ഷം MLA-മാരുടെയും പിന്തുണ KC വേണുഗോപാലിനായിരുന്നു. എങ്കിലും സംസ്ഥാനത്തെ ജനങ്ങളുടെ പൊതുവികാരം കണക്കിലെടുത്താണ് കോൺഗ്രസ് നേതൃത്വം ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. ഘടകകക്ഷികളുടെയും പിന്തുണ ഡി സതീശനായിരുന്നു. KPCC-യുടെ മുൻ ഭാരവാഹികളും അദ്ദേഹത്തെ പിന്തുണച്ചു. 102 സീറ്റുമായി ചരിത്ര വിജയം നേടിയിട്ടും 10 ദിവസമായി മുഖ്യമന്ത്രി ആരെന്ന് കണ്ടെത്താനാകാതെ കഷ്ടപ്പെടുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വം. ഇത് ജനങ്ങൾക്കിടയിൽ കോൺഗ്രസിനോട് അവമതിപ്പുണ്ടാക്കിയിരുന്നു. മുഖ്യമന്ത്രി പദത്തിനായി KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഡി സതീശനും വിട്ടുകൊടുക്കാതെ അവകാശവാദം ഉന്നയിച്ചതോടെ മത്സരം തെരുവിലേക്കെത്തി. മൂവരെയും പിന്തുണച്ച് ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും ബാനറുകളും നിറഞ്ഞിരുന്നു.